നവീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. 29 കോടി രൂപ ചെലവിലാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിച്ചത്. വി കെ ശ്രീകണ്ഠൻ MP, പി മമ്മിക്കുട്ടി MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. अराउंड 4 लाख टन पॉलीप्रोपाइलिन का प्रोडक्शन होगा। आने वाले समय में ये प्लांट पैकेजिंग, टेक्सटाइल, ऑटोमोबाइल, मेडिकल डिवाइसेज ऐसी अनेक फैक्ट्रीज को सपोर्ट करेगा. പാലക്കാട്, കോഴിക്കോട്, നിലമ്പൂർ, എറണാകുളം എന്നിവിടങ്ങളിലേക്കുള്ള റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂർ ജംഗ്ഷൻ 29 കോടി രൂപയുടെ ഏകദേശ ചെലവിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രവേശനക്ഷമത മെച്ചപ്പെടുത്തുക, ആധുനികവും കാര്യക്ഷമവുമായ സ്റ്റേഷൻ അന്തരീക്ഷം നൽകുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 എറണാകുളം കല്ലൂരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷൊർണൂർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. രാജ്യത്തിന്റെ വികസന നേട്ടത്തിൽ കേരളവും ഭാഗമാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സംസ്ഥാനത്ത് 10,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. തലപ്പാടി, ചെങ്കള, വെങ്ങോളം, രാമനാട്ടുകര ആറുവരിപ്പാത, 23 റോഡുകളുടെ ഉദ്ഘാടനം, ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണം, പാലക്കാടിനും പൊള്ളാച്ചിക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസ് തുടങ്ങിയവ മോദി ഉദ്ഘാടനം ചെയ്തു. എയർപോർട്ട് രീതിയിൽ 4 ട്രാക്കോടെ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻഭാഗം മെച്ചപ്പെടുത്തി. യാത്രക്കാരുടെ സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ബുക്കിംഗ് ഓഫീസിന്റെ പുനർനിർമ്മാണവും യാത്രക്കാരുടെയും വാഹനങ്ങളുടെയും ഗതാഗതം സുഗമമാക്കുന്നതിന് സ്റ്റേഷന് മുൻവശത്ത് ഓട്ടോ ടാക്സികൾക്കായി പ്രത്യേക സ്ഥലം നൽകി. സുഖ സൗകര്യങ്ങൾക്കായി വിശ്രമ മുറികളുടെ നവീകരണവും പൂർത്തിയാക്കി. പുതിയ എയർ കണ്ടീഷൻ ചെയ്ത കാത്തിരിപ്പ് ഹാൾ, മെച്ചപ്പെട്ട ശുചിത്വ സൗകര്യങ്ങളുള്ള ഒരു പുതിയ ശുചിമുറി കെട്ടിടം, ഏകദേശം 2447 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് സംവിധാനം എന്നിവയും സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എറണാകുളത്തു നിന്നും ഓൺലൈനായിട്ട് നിർവഹിക്കുന്നത്. നേരത്തെ ശ്രീ ADR പറഞ്ഞതുപോലെ പാർലമെന്റ് നടക്കുന്ന സമയം സാധാരണ പാർലമെന്റ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫംഗ്ഷൻ വയ്ക്കാറുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരും പ്രധാനമന്ത്രിയും അംഗങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നുള്ളതുകൊണ്ട് 2 മാസം പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 25 കോടിയോളം രൂപ ചെലവഴിച്ച് നമ്മുടെ പഴയ കെട്ടിടവും അതുപോലെ തന്നെ ഈ ഒരു സംവിധാനമൊക്കെ പുനരുദ്ധീകരണം നടത്തി അതിന്റെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകേണ്ടത്